ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം 15 മിനിറ്റ് കോൾ ഓഫ് ടൈമാണ്. അതേസമയം നമ്മൾ ചോദ്യങ്ങൾ വായിക്കാനും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ നമുക്കറിയാവുന്ന ചോദ്യങ്ങളും ഓപ്ഷൻസുള്ള ചോദ്യങ്ങളെ അറിയാവുന്നവ നമ്മൾ റൗണ്ട് ഇട്ട് വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇംഗ്ലീഷിനും നമുക്ക് 40 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. നമുക്ക് സമയമുള്ളത് 1.5 മണിക്കൂറാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ 2 ചോദ്യങ്ങളും കോംപ്രിഹെൻഷനാണ്. വളരെ എളുപ്പമാണ്. ഒരു പാസേജ് തരും. ആ പാസേജിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് 5 ചോദ്യങ്ങളുണ്ടാവും. ആ 5 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ രണ്ടാമതും ഒരു കോംപ്രിഹെൻഷൻ ആയിരിക്കും. അത് ഒന്ന് പാസേജ് ആയിരിക്കും, ഒന്ന് പോയമായിരിക്കും. അങ്ങനെ 2 കോംപ്രിഹെൻഷൻ ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 10 മാർക്ക് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ഉണ്ടാവുക ഒരു പ്രൊഫൈലാണ്. ഈ ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എക്സാമിൽ കാണുന്നത്. അപ്പോൾ ആ പ്രൊഫൈലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 15 മാർക്ക് ഷുവറാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്ന മാർക്കാണത്. അപ്പോൾ അതൊന്നും ആരും ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു പാസേജ് എ ഡേ ഇൻ ദ കൺട്രി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ദാറ്റ്സ് എ swarm of bees. Terenti informed them. They were flying looking for home, and when the rain came down upon they settled. If a swarm is flying, you need only sprinkle water on them to make them settle. Now if say you wanted to take the swarm, you would bend the branch with them into a sack and shake it, and they will fall in. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു സ്വാമിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫ്ലൈ ചെയ്യാൻ വെച്ചാൽ സ്പ്രിങ്കിൾ ചെയ്താൽ മതി, വെള്ളം സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ഇനി അതിനെ പിടിക്കണമെങ്കിൽ ഒരു ബെൻഡ് ദ ബ്രാഞ്ച് ബെൻഡ് ചെയ്യുക. അതൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. Little Fiocla suddenly frowns and rubs her neck vigorously. Her brother looks at her neck and sees a big swelling on it. Hey, hey, laughs the cobbler. Do you know where you got that from, Fiocla, the old girl? There are Spanish flies on some trees in the wood. The rain has trickled off them and a drop has fallen on your neck. That's what has made the swelling. The sun appears from behind the clouds and floods the wood in the fields and the 3 friends with its warm light. The dark menacing cloud has gone far away and taken the storm with it. The air is warm and fragrant. അപ്പോൾ ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങൾ നോക്കാം. ഹൗ ക്യാൻ വൺ മേക്ക് ദ സ്വാം ഓഫ് ബീസ് സെറ്റിൽ? അത് നമ്മളിവിടെ കണ്ടു അല്ലേ. എന്താണ്? യു നീഡ് ഓൺലി സ്പ്രിങ്കിൾ വാട്ടർ ഓൺ ദം ടു മേക്ക് ദം സെറ്റിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ സ്പ്രിംഗ്ലിംഗ് വാട്ടർ. ഇതെഴുതിയ ഒരു മാർക്ക് കിട്ടി. ഇനി അടുത്തത്, വാട്ട് ഹാസ് മെയ്ഡ് ദ സ്വെല്ലിംഗ് ഓൺ യുവർ ക്ലാസ് നെക്കിൽ എങ്ങനെയാണ് ആ സ്വെല്ലിംഗ് ഉണ്ടായത്? അത് നമ്മൾ ഇവിടെ കണ്ടു അല്ലേ. സ്പാനിഷ് ഫ്ലൈസ് ഓൺ സം ട്രീ in the woods, the rain has trickled off them and a drop has fallen on your neck. ആ ഒരു പാസേജ് ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ there are Spanish flies on some tree in the wood. The rain has trickled off them and a drop has fallen on your class neck. That's what has made the swelling. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. Pick out the sentence that describes the clear weather. ഒരു എങ്ങനെയാണ് നല്ലൊരു വെതറാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ദ സൺ അപ്പിയേഴ്സ് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ആൻഡ് ദ ഫ്ലഡ്സ് ദ വുഡ്സ് ദ ഫീൽഡ്സ് ആൻഡ് 3 ഫ്രണ്ട്സ് വിത്ത് ഇറ്റ്സ് വാം ലൈറ്റ്. ഇതിൽ നിന്ന് നല്ലൊരു വെതറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഇൻ എ വെരി ഫോഴ്സ്ഫുൾ വേ. ഈ ഒരു അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് വിഗറസ്ലി എന്നാണ്. വിഗറസ്ലി. ഓക്കെ. 5th question നോക്കാം. ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ സബ്ജക്റ്റ് പൊസിഷൻ ഫ്രം ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ദ ഡാർക്ക് മെനസിങ് ക്ലൗഡ് ഹാസ് ഗോൺ ഫാർ അവേ ആൻഡ് ടേക്കൻ ദ സ്റ്റോം വിത്ത് ഇറ്റ്. അതിലുള്ള നൗൺ ഫ്രേസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിലെ നൗൺ ഫ്രേസ് ഏതാണ്? ദ ഡാർക്ക് മെനസിങ് ക്ലൗഡ്. ഇത്ര എഴുതിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഒരു പോയമാണ്. സോൾറ്റ്യൂഡ് എന്നുള്ള പോയത്തിൽ നിന്നുള്ള ഒരു വരികളാണ് തന്നിരിക്കുന്നത്. 8 ലൈൻസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എഴുതണം. ഓക്കെ. Rejoice and men will seek you, grieve and they turn and go.
They want full measure of all your pressure, but they do not need your woe. Be glad and your friends are many. Be sad and you lose them all. There are none to decline your nectared wine, but alone you must drink your life's gall. Okay. അപ്പോൾ നമുക്ക് വാട്ട് ഡു യു പീപ്പിൾ വാണ്ട് ഫ്രം അസ്, എന്താണ് ആൾക്കാർക്ക് നമ്മളിൽ നിന്ന് വേണ്ടത്? ദേ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്രഷർ. ദേ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്ലഷർ. ഓക്കെ, ദേ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്രഷർ. അതാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം. പീപ്പിൾ മൂവ് അവേ ഫ്രം അസ് വെൻ, ഇങ്ങനെയാണ് പീപ്പിൾ മൂവ് അവേ ഫ്രം, പീപ്പിൾ നമ്മളെ അടുത്തുനിന്ന് പോവും എപ്പോഴാണ്? പീപ്പിൾ മൂവ് അവേ ഫ്രം അസ്. അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഗ്രീവ് ആൻഡ് ദേ ടേൺ ആൻഡ് ഗോ, ഗ്രീവ് ആൻഡ് ദേ ടേൺ ആൻഡ് ഗോ എന്നുണ്ടല്ലേ. യു ആർ സാഡ്, അതായത് നമുക്ക് ദുഃഖത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ആകുമ്പോൾ ആൾക്കാർ നമ്മളെ അടുത്തുനിന്ന് പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ യു ആർ സാഡ്, വെൻ യു ആർ സാഡ്. ഐഡൻറ്റിഫൈ ആൻ എക്സാമ്പിൾ ഓഫ് ഗസ്റ്റേറ്ററി ഇമേജ് ഫ്രം ദ ലൈൻസ് ഗിവൺ. എന്താണ് ഗസ്റ്റേറ്ററി ഇമേജ് എഴുതാനാണ്? നെക്റ്റേർഡ് വൈനാണ് ആൻസർ. ഇനി അടുത്ത വാട്ട് ഈസ് ദ റൈം ഓഫ് സ്കീം ഓഫ് ദ പോയം. ഇതിൻ്റെ ഒരു സ്കീം എന്താണ്? ABCB ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നോക്കൂ, 10 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കോംപ്രിഹെൻഷൻ ഉണ്ട്. Penguins are birds, but unlike most birds, they cannot fly. They are one of about 40 species of flightless birds. Most penguins live in southern hemisphere. No penguin live in the north pole. They are very social and live in colonies. They are great swimmers who use their wings like paddles to swim through the water. They can stay underwater for 10 to 15 minutes before coming to the surface of to breathe. They cannot breathe underwater. അപ്പോൾ പെങ്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Their feet are small so that they don't lose too much heat as they stand on the ice. അപ്പോൾ അവരുടെ ഫീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്മോളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിന്നാൽ അവർക്ക് ഐസിൽ നിന്നാലൊന്നും അത് പെട്ടെന്നൊന്നും അവരെ ബാധിക്കില്ല. ദേ ഹെൽപ്പ് ഈച്ച് അതർ സ്റ്റേ വാം ബൈ ഗാദറിങ് ടുഗദർ ആൻഡ് ഷഫ്ലിംഗ് അറൗണ്ട്. ദേ മെയിൻ ഡയറ്റ് ഈസ് ഫിഷ് ആൻഡ് ക്രിൽ. ദേ swallow pebbles as well as their food. It is believed that the stones may help grind up and digest their food. They can drink seawater because they have a special gland that filters salt from the bloodstream. അപ്പോൾ അവർക്ക് സീ വാട്ടർ, ഉപ്പ് വെള്ളം, കടൽ വെള്ളം കുടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിനുള്ളിൽ ഒരു സ്പെഷ്യൽ ഗ്ലാൻഡ് ഉണ്ട്, അത് സോൾട്ടിനെ ഫിൽറ്റർ ചെയ്യും. Their colors helps them to camouflage while swimming. From above, their black backs blend into the dark ocean. From below, their white bellies match the bright surface. This helps them avoid predators. അപ്പോൾ അവർക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇരകളിൽ നിന്നൊക്കെ, പ്രഡേറ്റേഴ്സിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. Once a year, penguin molt. Most birds will lose a few feathers at a time throughout the year, but penguins lose all their feathers at once. They cannot swim without feathers, so they eat a lot more before they molt to survive 2 or 3 weeks. It takes for their feather to grow back. ചോദ്യം നോക്കാം. വേർ ഡു മോസ്റ്റ് ദ പെൻഗ്വിൻസ് ലിവ്. കൂടുതൽ പെൻഗ്വിൻസ് ലിവ് ചെയ്യുന്ന എവിടെയാണ്? The penguins live. Where do the most penguins live? Most penguins lives in southern hemisphere. അത് നമ്മളിവിടെ പഠിച്ചല്ലേ. Most penguins live in southern hemisphere. Why do penguins swallow pebbles? Pebbles എന്തിനാ അവർ swallow ചെയ്യുന്നത്? It is believed that the pebbles may help grind and digest their food. എന്താണ്? ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പെബിൾസ് കഴിക്കുന്നത്. How do penguins keep themselves warm? അവരെങ്ങനെയാണ് വാം ആയിട്ടിരിക്കുന്നത്? They help each other stay warm by gathering together and shuffling around. ഇതിവിടെ തന്നെ ഉണ്ട് അല്ലേ, ഷഫ്ലിംഗ് അറൗണ്ട് എന്നൊക്കെ നമ്മൾ ഇവിടെ വായിച്ചതാണ്. ദിസ് swallow ഇതോടെ ദിസ് വാം ബൈ ഗാദറിങ് ടുഗദർ ആൻഡ് ഷഫ്ലിംഗ് അറൗണ്ട്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ ഡയറ്റ് ഓഫ് പെൻഗ്വിൻ. പെൻഗ്വിൻ്റെ മെയിൻ ഡയറ്റ് എന്താണ്? നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു, ദ മെയിൻ ഡയറ്റ് ഈസ് ഫിഷ് ആൻഡ് ക്രില്ല് അല്ലേ. ദ മെയിൻ ഡയറ്റ്
ഈസ് ഫിഷ് ആൻഡ് krill. അതും അവിടെ തന്നെ ഉണ്ട്. ഇനി അടുത്ത ഹൗ ഡസ് ദ കളർ ഓഫ് പെൻഗ്വിൻ ഹെൽപ്പ് ദം ടു ഡിസ്ക്യൂസ് ദംസ് ഫ്രം ദെയർ predators. അപ്പോൾ അവർക്ക് predators നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതൊക്കെ നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കാം. From above their black backs blend into the dark ocean, and from below their white bellies match the bright surface. This helps them avoid predators. അപ്പോൾ 14 മാർക്കിന് നമുക്ക് കോംപ്രിഹെൻഷൻ ഉണ്ട്. അപ്പോൾ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈലാണ്. അപ്പോൾ നമുക്ക് മൊത്തം 40 മാർക്കുള്ളത്, അതിൽ 14 മാർക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ഇനി അടുത്തത് പ്രൊഫൈലാണ്. പ്രൊഫൈലിന് 5 മാർക്കാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വിക്ടർ ഹ്യൂഗോയുടെ പ്രൊഫൈലാണ് എഴുതേണ്ടത്. ആരുടെയാണോ പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള ആളുടെ പേര് നമ്മൾ ഫസ്റ്റ് തന്നെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ വിക്ടർ ഹ്യൂഗോ എന്ന് നമ്മൾ ആദ്യം ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ ബർത്തും അതേപോലെ നിക്നെയിം, ഓക്യുപ്പേഷൻ, നോട്ടബിൾ വർക്ക്സ്, അതേപോലെ ഡെത്ത്, ഇത്രയും കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ വിക്ടർ മേരി ഹ്യൂഗോ എന്ന് ഹെഡ്ലൈൻ കൊടുക്കണം. എന്നിട്ടാണ് ഇങ്ങനെ പാസേജ് എഴുതേണ്ടത്. ഹെഡിങ് മസ്റ്റാണ്. വിക്ടർ മേരി ഹ്യൂഗോ വാസ് ബോൺ ഓൺ 26 ഫെബ്രുവരി 1802 ഇൻ ഫ്രാൻസ്. അപ്പോൾ വിക്ടർ ബർത്ത് 26 ഫെബ്രുവരി 1802. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതി? വിക്ടർ മേരി ഹ്യൂഗോ വാസ് ബോൺ. Was born on 26th February. He was affectionately known as the Ocean Man. Hugo was a multifaceted personality who excelled as a dramatist, essayist, and a politician. He is renowned for his notable works, including Rabelais and the iconic novel The Hunchback of Notre Dame. Hugo's industrial life came to an end on 22nd May 1885 in Paris, France. അപ്പോൾ നമ്മൾ ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ എന്തായാലും നിങ്ങൾ പഠിച്ചു പോകണം. അതിൽ ആളുകളുടെ പേര് മാറിയാലും നമുക്ക് ഈ ജനിച്ചത്, അതേപോലെ അവരുടെ നോട്ടബിൾ വർക്ക്സ്, അവരുടെ മരണം, ഇതൊക്കെ നമുക്ക് ഒരേ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 17ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 17ാമത്തെ ചോദ്യം എന്താണ്? Shylock lent Antonio 3,000 ducats. Antonio failed to pay the debt. Portia rescued Antonio from the punishment. Prepare a paragraph on how Portia rescued Antonio from the cruelty of Shylock. അപ്പോൾ ഷൈലോക്കിൻ്റെ ക്രൂരതയിൽ നിന്ന് പോർഷ്യ എങ്ങനെയാണ് ആൻറ്റോണിയെ രക്ഷിച്ചത് എന്നതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. അപ്പോൾ പോർഷ്യ ഡിസ്ക്യൂസ്ഡ് ആസ് എ യങ് ലോയർ റെസ്ക്യൂഡ് ആൻറ്റോണിയോ ഫ്രം ഷൈലോക്ക് ക്രൂവൽറ്റി ബൈ ക്ലവർലി ഇൻ്റർപ്രറ്റിംഗ് ദ ബോണ്ട്. അപ്പം ഒരു വളരെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇങ്ങനെയാണ് ബൈ ക്ലവർലി ഇൻ്റർപ്രറ്റിംഗ് ദ ബോണ്ട്. ഷീ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ദ ബോണ്ട് അലൗഡ് ഷൈലോക്ക് ടു ടേക്ക് പൗണ്ട് ഓഫ് ഫ്ലഷ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് പെർമിറ്റ് ഹിം ടു ടേക്ക് എനി ബ്ലഡ്. അപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ആൻറ്റോണിയോ പറഞ്ഞു ദ ബോണ്ട് എന്ന് പറയുന്നത് അലൗഡ് ഷൈലോക്ക് ടു ടേക്ക് പൗണ്ട് ഓഫ് ഫ്ലഷ് ഷൈലോക്കിന് എടുക്കാം, പക്ഷെ ഒരു തുള്ളി ചോര പോലും നിലത്ത് വീഴരുത്. ഡിഡ് നോട്ട് പെർമിറ്റ് ഹിം ടു ടേക്ക് എനി ബ്ലഡ് സിൻസ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ടേക്ക് ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് ബ്ലഡ്. അപ്പം ബ്ലഡ് വീഴാതെ എങ്ങനെയായാലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പോർഷ്യ ആർഗ്യൂഡ് ദാറ്റ് ഷൈലോക്സ് ക്ലെയിം വാസ് ഇൻവാല്യൂഡ്. For this clever argument saved Antonio's life and thwarted Shylock's cruel intention. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റാണ് അന്റോണിയോയുടെ ലൈഫ് രക്ഷിക്കാൻ കാരണമായത്. ഇപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് എഴുതാം. ഇനി നെക്സ്റ്റ് അടുത്തത് സ്കൂൾസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ്. സ്കൂൾ എന്ന് പറയുന്നത് പഠനത്തിൻ്റെ സെൻറ്റേഴ്സാണ്, വിദ്യാകേന്ദ്രങ്ങളാണ്. വി അക്വയർ നോളജ് ആൻഡ് ഷെയർ അവർ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അറിവ് സമ്പാദിക്കുന്നു, എക്സ്പീരിയൻസ്, കുറേ അനുഭവ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നു. സ്കൂൾ ഫോർ സിമ്പതി ഗിവ്സ് ഡിഫറെൻറ്റ് ആംഗിൾസ് ഫോർ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അപ്പോൾ സ്കൂൾ ഫോർ സിമ്പതി എന്ന ആ ഒരു ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ വേറൊരു ആംഗിളാണ്. സപ്പോസ് യു ഗെറ്റ് എ ചാൻസ് ടു വിസിറ്റ് മിസ് ബീംസ് സ്കൂൾ, പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹർ. ഇപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടാണ് മിസ് ബീമിൻ്റെ സ്കൂൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക? ഒരു 5 ചോദ്യം നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്?
വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് എ സ്കൂൾ ദാറ്റ് ഫോക്കസസ് ഓൺ ടീച്ചിങ് എംപതി ആൻഡ് കൈൻഡ്നെസ്? അപ്പം താങ്കളെ ഈ ഒരു സ്കൂൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളാണോ? അല്ല, ഫോക്കസസ് ഓൺ ടീച്ചിങ് എംപതി ആൻഡ് കൈൻഡ്നെസ്, എംപതിയും കൈൻഡ്നെസ്സും പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തുടങ്ങാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നെക്സ്റ്റ്, ഹൗ ഡു യു ഇൻകോപ്പറേറ്റ് സിമ്പതി ആൻഡ് കമ്പാഷൻ ഇൻ യുവർ കരിക്കുലം? ഇത് നിങ്ങൾ എങ്ങനെ ഈ കരിക്കുലത്തിൽ ഉൾക്കൊള്ളിച്ചോ? ക്യാൻ യു ഷെയർ സം സക്സസ് സ്റ്റോറീസ് ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ബെനിഫിറ്റഡ് ഫ്രം യുവർ യുണീക്ക് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ? അപ്പോൾ നിങ്ങളുടെ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളുടെ സക്സസ് സ്റ്റോറീസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹൗ ഡു യു എൻകറേജ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സെൽഫ് അവെയർനെസ്? നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ഇതിനെ എൻകറേജ് ചെയ്യുന്നത്? ഇമോഷണൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ സ്വയം ബോധവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ പ്രേരിപ്പിക്കുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു അതർ എഡ്യൂക്കേഷൻ ഹു വാണ്ട് ടു ക്രിയേറ്റ് മോർ എംപതറ്റിക് ലേണിംഗ് ആൻഡ് സപ്പോർട്ടിക് ലേണിംഗ് എൻവയോൺമെൻറ്റ്? മറ്റുള്ള ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള എഡ്യൂക്കേറ്റേഴ്സിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 25 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടും. ഓൾറെഡി നമ്മൾ 5 കോംപ്രിഹെൻഷനും ഒരു പ്രൊഫൈലും പഠിച്ചു. അതേപോലെ തന്നെ ഈ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഡയഗ്രം, ഒരു ഡയഗ്രാം തരും അല്ലേ? സ്റ്റഡി ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഈ ഡയഗ്രാം നിങ്ങൾ പഠിക്കുക. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. ഫാക്ടറീസ്, വെഹിക്കിൾസ്, റെയിൽവേ എൻജിൻസ്, പിന്നെ കുക്കിംഗ് ആൻഡ് ഡൊമസ്റ്റിക്, ബ്രിക്ക് ഫീൽഡ്സ്, പവർ ഹൗസ്, ഇങ്ങനെ പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിച്ച് പൊല്യൂട്ടൻറ്റ് ഈസ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു എയർ പൊല്യൂഷൻ ഇൻ ദ സിറ്റി? അപ്പോൾ എയർ പൊല്യൂഷന് കാരണമായിട്ടുള്ളത് ഏതാണ്? അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം അല്ലേ? എന്താണ്? വെഹിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് എഴുതാം? വെഹിക്കിൾസ് എന്ന് എഴുതാം. ഓക്കെ, വെഹിക്കിൾസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ. വിച്ച് ടു പൊല്യൂട്ടൻ ടുഗദർ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 80% ഓഫ് ദ എയർ പൊല്യൂഷൻ ഇൻ ദ സിറ്റി? അപ്പോൾ 80%ലും കൂടുതൽ എയർ പൊല്യൂഷന് എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം ഇവിടെ 40യും ഇവിടെ 45, അത് തന്നെ 85% ആയി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾസ്. എന്തെഴുതാം? ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾസ്. നെക്സ്റ്റ്, ദ ലീസ്റ്റ് പൊല്യൂട്ടിങ് സോഴ്സസ്. അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ലീസ്റ്റ് പൊല്യൂട്ടിങ് സോഴ്സ് ഏതാണ്? പവർ ഹൗസ് ആണ്, 2% അല്ലേ? അതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഏതാണ്? പവർ ഹൗസ് ആണ്. രണ്ടാമത്തെ, നെയിം 2 സോഴ്സസ് വിച്ച് ഈക്വലി പൊല്യൂട്ട് ദ സിറ്റി. ഈക്വലായിട്ട് പൊല്യൂട്ട് ചെയ്യുന്ന ഏതാണ്? 3%, 3%. അത് ഏതൊക്കെയാണ്? റെയിൽവേ എൻജിൻസും ബ്രിക്ക് ഹൗസും ആണ്. ഇനി അടുത്ത, വാട്ട് ദ പെർസെൻറ്റേജ് ഓഫ് പൊല്യൂഷൻ ബൈ ഫാക്ടറീസ്? എന്താണ്? ഫാക്ടറീസിൻ്റെ പൊല്യൂഷൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഫാക്ടറീസ് 40% ആണ്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ആരും മിസ് ആക്കരുത്. ഇനി അടുത്ത് നമുക്ക് എഡിറ്റാണ്. 4 sailors ഓഫ് ദ കൊളംബിയൻ നേവി ആർ. ഇവിടെ ആറിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വേറാണ്. കാരണം ഇത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ നമ്മളിത് ആറ് എന്ന് പറയുന്ന പ്രസൻറ്റ് ടെൻസ് ആണ്. ആറിൻ്റെ പാസ്റ്റ് ടെൻസ് വേർ ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഇൻ ദ കരീബിയൻ സീ വൈൽ. ഇവിടെ വൈലിന് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ്? വൈലാണോ ഇവിടെ ഉള്ളത്? ഫ്രോണ്ട് ഇൻ ദ കരീബിയൻ സീ വൈൽ ദേ ഷിപ്പ് റെക്ഡ്. വൈലല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഇവിടെ വെൻ ആണ് ഉപയോഗിക്കേണ്ടത്. വെൻ ദേ ഷിപ്പ് റെക്ഡ്, ബൈ അല്ല ഇന്നാണ്. റിക്ഡ് ഇന്ന്, ഡീവാസ്റ്റേറ്റിംഗ് സ്റ്റോ. ഇനി അടുത്തതും ഒരു എഡിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. അടുത്തത്, ദ ബോയ് ലേൺഡ് ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. Very obedient in most things, but he had one fault. He liked to throw cats during study hours and to throw cats even where cats ought not to have been drawn at all. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഡിറ്റിങ്ങിനുള്ളത്. വളരെ എളുപ്പമുള്ള എഡിറ്റിംഗ് ആണ്. നമ്മുടെ പാഠഭാഗത്ത് നിന്ന് തന്നെയാണ് നമുക്ക് അധികം വരെ എഡിറ്റിങ്ങിനൊക്കെ. അപ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്. താങ്ക് യു.